ഹലോ ഹായ്. ഇന്ന് ഫിഫ്ത്ത് ഡേ ആയിട്ട് ഒരു ചെറിയൊരു ഇളവ് തരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടാക്സ് ഇന്നൊന്നും പഠിക്കണ്ട. ഞാൻ അവിടെ സാലറിയുടെ ബേസിക് തുടങ്ങാമെന്നുള്ള പോലെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് അത് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അഗ്രികൾച്ചർ ഇൻകവും അന്നും കൂടി റിവൈസ് ചെയ്ത് നല്ല പ്രൊവിഷൻസ് എല്ലാം നല്ല കൃത്യമായിട്ട് മൈൻഡിൽ വരണ വിധത്തിൽ ഒന്നും കൂടി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇന്ന് അത് മാത്രം ചെയ്താൽ മതി. സാലറി പാർട്ട് തുടങ്ങണ്ട. നമ്മൾ എത്ര പ്രൊവിഷൻ നന്നായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് സൺഡേ തരാൻ നേരത്തേക്കും അത് ചെയ്യാനായിട്ടായിട്ടും പറ്റുള്ളൂ. അതുകൊണ്ട് സാലറി പാർട്ട് നന്നായിട്ട് റിവൈസ് ചെയ്ത്, സാലറി പാർട്ട് വരേക്കുള്ളത്, അതായത് ബേസിക്, റെസിഡൻഷ്യൽ, അഗ്രികൾച്ചർ ഇൻകം ഇത്രയും നന്നായിട്ട് റിവൈസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സാലറി തുടങ്ങാം. ഓക്കെ, ഇനി അപ്പോൾ ഇന്ന് ഡയറക്റ്റ് ടാക്സ് ഒന്നുമില്ല. അടുത്ത അക്കൗണ്ട്സിൽ ബാഡ് ഡെപ്റ്റിൻ്റെ നിങ്ങൾ ഓൾറെഡി ഇതിൽ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. +2 1 ഡിഗ്രിയിലേക്കെല്ലാം ആ ഒരു കാര്യമേ ഉള്ളൂ. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന പ്രൊവിഷൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അത് ഒന്ന് നന്നായിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊന്ന് നന്നായിട്ടൊന്ന് നോക്കുക. അതേ ഉള്ളൂ അതിന് മെയിനായിട്ട് വരുന്ന കാര്യം. പിന്നെ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൈം റേറ്റും പീസ് റേറ്റും അത് ചെറിയ ഒരു ഇതാണ്. അതായത് ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു പ്രോബ്ലം എന്തോ ഉള്ളൂ. പീസ് റേറ്റിൽ സ്ട്രേറ്റ് പീസ് റേറ്റും ഡിഫറൻഷ്യൽ പീസ് റേറ്റും വരുന്നുണ്ട്. സ്ട്രേറ്റ് പീസ് റേറ്റിൽ ഒരു പ്രോബ്ലം അങ്ങനെ എന്തോ ഉള്ളൂ. ഡിഫറൻഷ്യൽ പീസ് റേറ്റിൽ ആ ഫോർമുല മാത്രം ഒരു 2-3 പേരുടെ ഫോർമുല പഠിക്കാനുണ്ട്. അതേപോലെ അതിൽ പ്രോബ്ലം പക്ഷേ ആ 2 പേരുടെ മാത്രമേ ചെയ്യാനുള്ളൂ എന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ഇന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ചെറിയ പോർഷൻസാണ് ഇന്ന് ബാലൻസ് ഉള്ളത് തന്നിരിക്കുന്നത്. ഒന്ന് ബാഡ് ഡെപ്റ്റിനെ കുറിച്ചുള്ള ചെറിയ പോർഷനും പിന്നെ ടൈം റേറ്റ് പീസ് റേറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ പോർഷനും ഇന്നുള്ളൂ. DT ഇന്നില്ല. ഓക്കെ, പിന്നെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വരാനായിട്ട് അതുവരോട് എങ്ങനെയെങ്കിലും നമ്മളോടൊപ്പം എത്താനായിട്ടുള്ളത് ശ്രമിക്കുക. പിന്നെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി റിമെയിൻ ചെയ്യുകയാണ്. ഏതെങ്കിലും ഗ്രൂപ്പൊക്കെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ സൺഡേ നമുക്ക് അടുത്ത ടാർഗറ്റ്, അതായത് അടുത്ത ക്വസ്റ്റ്യൻസ് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത ഗ്രൂപ്പിന് മാത്രമേ സൺഡേ ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എത്രയും വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.